പ്രൈസ് ഗോഡ്. പ്രിയരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവ വ്യവസ്ഥ അനുസരിച്ച് ആത്മാവ്, ദേഹി, ദേഹം എന്നീ ക്രമത്തിലാണ്. നാം ദേഹിയാണ്. ദേഹിയുടെ ഉടുപ്പ് മാത്രമായ കവറിങ്ങാണ് ദേഹം. ദേഹം മാത്രമാണ് പുറമേ കാണാകുന്നത്. ആത്മാവും ദേഹിയും അദൃശ്യമാണ്. അതിൽ ദൈവം നടക്കുന്നു, സഞ്ചരിക്കുന്നു. ഞാനെന്ന വ്യക്തിക്ക് ആത്മാവിൽ വസിക്കാം, ദേഹത്തിലും ചെന്ന് വസിക്കാം. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് സാധ്യമാണ്. പ്രിയരെ, നാം ഉടുപ്പ് മാറ്റണം. പുതിയ സൃഷ്ടിയായ നാം ക്രിസ്തുവിനെ ധരിക്കണം. ഇനി ജഡത്തിൽ ജീവിക്കരുത്, ആത്മാവിൽ ജീവിക്കണം. ഗലാത്യർ 3:3 നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ആത്മാവാകുന്ന അത്യുന്നതനായ ദൈവം ജഡരൂപത്തിലേക്ക് വരുന്നില്ല. തൻ്റെ പുത്രനെ ജഡധാരിയാക്കി അയക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിനെ ധരിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നിറച്ച് ഒരുക്കി ആ തേജസ്സിന്മേൽ തേജസ് ധരിപ്പിച്ച് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് പണിത് വരുന്നു. അങ്ങനെ ദൈവത്തിന് സർവാംഗ സുന്ദരിയാക്കി യേശു കർത്താവ് പിതാവിൻ്റെ കരത്തിൽ നമ്മെ ഏൽപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്.